പുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമം, അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ, പുകഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഒരു പുതുദിനം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. അനുദിനം അളവില്ലാത്ത അവിടുത്തെ കൃപയാൽ നമ്മളെ വഴി നടത്തുന്ന ദൈവം. ആദിമസഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ ആരംഭത്തിൽ തന്നെ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവർക്ക് ധാരാളം കൃപ ലഭിച്ചു എന്നാണ് പറയുന്നത്. മറ്റൊന്നുമല്ല, ആത്മീയതയുടെ ലക്ഷ്യമായിട്ട് അവിടെ അല്ലെങ്കിൽ ലക്ഷണമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് അവർക്ക് ധാരാളം കൃപ ലഭിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മീയതയുടെ ലക്ഷണമായി എന്തൊക്കെ പറയുക, അവർക്ക് സ്വത്ത് കിട്ടി, അവർക്ക് ഇന്ന അനുഗ്രഹം കിട്ടി, അവർക്കിന്നെ പ്രിയ, അതൊക്കെ സബ്സിഡറി, അതൊക്കെ ദൈവം അനുഗ്രഹിക്കും, ശരിയാണ്. പക്ഷെ അതല്ല ലക്ഷ്യം. അതെല്ലാവർക്കും ഒരുപോലെയല്ല, വ്യത്യസ്തമായിരിക്കാം. പലരുടെയും വിളി പലതായിരിക്കാം. മക്കതോന്യ സഭ എന്ന് പറയുന്നത് കഷ്ടതയെന്ന ദാരിദ്ര്യവും കഷ്ടതയെന്ന ഇതിൽ കൂടെ കടന്നു പോയിട്ടും അവർ ഔദാര്യം കാണിപ്പണ്ടാക്കണം അവരെ ശ്രേഷ്ഠരായി തീർന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ സാഹചര്യമല്ല, മനുഷ്യ ജീവിതങ്ങളിൽ ദൈവം എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ് അവിടെ കാതലായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആദിമസഭയുടെ അനുഗ്രഹമെന്ന് നമ്മൾ പറയുമ്പോൾ അവർക്ക് വസ്തുവകയല്ല, കാരണം ഉള്ളതെല്ലാം അവർ വിറ്റ് അപ്പോസ്തലന്മാർക്ക് ആൾക്കാർ കൊണ്ട് വെക്കുകയാണ്. അപ്പോൾ ആർജിച്ചെടുക്കുകയല്ലല്ലോ അതിൻ്റെ ലക്ഷ്യം. ഇന്നത്തെ പോലെ ആദിമസഭയുടെ ലക്ഷ്യം അതേ അല്ലായിരുന്നു. അവർ തങ്ങൾക്കുള്ളതെല്ലാം വിട്ടുപിരിയുന്നില്ലെങ്കിൽ നിനക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല എന്ന് കർത്താവ് പറഞ്ഞില്ലേ. ഒരുവൻ തനിക്കുള്ളതെല്ലാം വിട്ടുപിരിയുന്നില്ല എങ്കിൽ, എന്നാൽ അത് ഭൗമികമായിട്ട് പിരിയുന്ന കാര്യമല്ല. അവർ മനസ്സോടെ അത് കൊടുത്തത് കൊണ്ടാണ് ഭൗമികമായും അവർക്ക് ജഡപ്രകാരം അവർക്ക് അത് വിട്ടുകളയാൻ സാധിച്ചത്. നമ്മൾ അവൻ സകലവും വിട്ട് അവൻ അനുഗമിച്ചു. ലേവിയെക്കുറിച്ച് പറയുമ്പോൾ ചുങ്കക്കാരിൽ അവൻ സകലവും വിട്ട് അനുഗമിച്ചു എന്ന് പറയുന്നത് അടുത്ത വാക്യം തുടങ്ങുന്നു. അനന്തരം അവൻ വീട്ടിൽ വലിയൊരു വിരുന്നൊരുക്കി എന്ന് പറയുക. അപ്പോൾ അവൻ എന്താ വിട്ടത്? അപ്പോൾ വിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നെല്ലാം മാറ്റപ്പെടുക എന്നുള്ളതാണ്. അറ്റാച്ച്മെൻറ്റ്, ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം മെനി തിങ്സ് ആൻഡ് അറ്റാച്ച്മെൻറ്റ് ടു വൺ തിങ് എന്ന് പറയും. ക്രിസ്ത്യൻ ലൈഫ് അതാണ്. ഒത്തിരി കാര്യങ്ങൾ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നമ്മൾ സംഭവിക്കുന്നത് ഒത്തിരി ലോകത്തിൻ്റെ ലൗകികവും ഇല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും നമ്മൾ വിടർത്തി, നമ്മുടെ ചിന്തകളും മനസ്സുകളും ബോധങ്ങളും എല്ലാം വിടർത്തി അറ്റാച്ച്മെൻറ്റ് ടു വൺ തിങ്, ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഏകാഗ്രമാക്കുന്നു, നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നു, നമ്മുടെ ഹൃദയം ഏകാഗ്രമാകുന്നു ക്രിസ്തുവിലേക്ക്. ക്രിസ്തുയേശുവിന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയം ചെയ്തിരിപ്പിക്കുന്നു. അല്ലെ, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും അതാണ് നമുക്ക് വേണ്ടത്. അതിലേക്കാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം ഡിറ്റാച്ച്മെൻറ്റ്, മറ്റു രീതിയിൽ പറയും ക്രിസ്ത്യ ജീവിതം സംഭവിക്കണമെങ്കിൽ ആദ്യം അത് വൈവാഹിക ജീവിതത്തിലും അങ്ങനെയാണ്. വൈവാഹിക ജീവിതത്തിൽ ഒരു ഡിവോഴ്സ് നടന്നിട്ട് വേണം വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാമെന്ന് പറയുന്നത്. എന്താണ്? സ്വയസ്നേഹം. ഭാര്യ ഭർത്ത ബന്ധത്തിൽ സ്വയസ്നേഹം എന്നാൽ അവിടെ പ്രശ്നമാണ്. ശരീരത്തെക്കുറിച്ചും തന്നെ പൗലോസ് പറയാണ്, ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്ക് എത്ര അവകാശം, ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിന് എത്ര അവകാശം എന്ന് പറയാം. അപ്പോൾ അവർ തങ്ങളുടേതായ സ്വത്തം അവിടെ വിട്ടുകളയാണ്. ക്രിസ്ത്യ ജീവിതം അതിൻ്റെ കാരണം മർമ്മമായിട്ട് പറയുമ്പോൾ വൈവാഹിക ജീവിതത്തെയാണ് പൗലോസ് പറയുന്നത്. അല്ലേ, ഭാര്യയും ഭർത്താവിനും ഒന്നിച്ചു ചേരുന്നു. അത് വലിയൊരു മർമ്മം അത്രേ. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് അത്ര പറയുന്ന പൗലോസ് ലേഖനത്തിൽ പറയുകയാണ്. അപ്പോൾ അവിടെ വലിയൊരു ദൃഷ്ടാന്തം അവിടെ കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ് എന്താണ്? ഈ ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം മെനി തിങ്സ്, അവർ ഹാർട്ട്സ്, നമ്മുടെ ഹൃദയം പലതിൽ നിന്നും വിട്ടുമാറി നമ്മുടെ ഹൃദയം ദൈവത്തിൽ ഏകാഗ്രമാക്കണം. അപ്പോൾ അതൊന്നും നമ്മൾ ബാധിക്കത്തില്ല. സാധാരണ പറയാറുള്ളതാണ്, നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി പറയുകയാണ്. അതായത് ഈ വെള്ളത്തിൽ കൂടെ വള്ളം പോകാം, പക്ഷേ വള്ളം പോകണമെങ്കിൽ, അതിൽ കപ്പൽ പോകണമെങ്കിൽ ജലം കൂടിയേ പറ്റൂ, വെള്ളം കൂടിയേ പറ്റൂ. പക്ഷേ ആ വെള്ളം അത്രയ്ക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് കയറ്റിയാലോ, ഇറ്റ്സ് ഡേഞ്ചറസ്, മുങ്ങിപ്പോകുന്നത്. ഒരേ കാര്യം തന്നെ നോഹയുടെ വെള്ളങ്ങൾ എന്ന് പറയാം. അല്ലേ, അത് നോഹയുടെ വെള്ളങ്ങൾ നോഹയ്ക്കും പെട്ടകത്തിനും അത് അനുഗ്രഹമായിരുന്നു, അവർ പൊങ്ങിക്കിടക്കുകയാണ്. പക്ഷെ മറ്റുള്ളവർക്കോ നാശകരമായിത്തീരുന്നു. അപ്പോൾ ഒരേ കാര്യം തന്നെ. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ലോകത്ത് നമ്മൾ വിട്ടുപിരിയുക എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് നിന്ന് ഇവരെ എടുക്കണമെന്നല്ല ദൈവത്തോട് പുത്രൻ പ്രാർത്ഥിച്ചത് പിതാവിനോട്. അല്ലേ, ദുഷ്ടങ്ങളിൽ നിന്ന് ഇവരെ രക്ഷിച്ചു കൊള്ളണമെന്ന് അത്രേ പ്രാർത്ഥിച്ചത്. മഹാവിരോധ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇവരെ ലോകത്ത് നിന്ന് എടുക്കണമെന്നല്ല, ഇവരെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമെന്ന് അത്രേ അവർ കർത്താവ് പ്രാർത്ഥിക്കുന്നത്.
അപ്പം ലോകത്ത് കഷ്ടമുണ്ടോ എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ കഷ്ടങ്ങളുടെയും എല്ലാത്തിൻ്റെയും മധ്യത്തിലാണ്, വ്യത്യസ്തമായിരിക്കാം. അപ്പം ഞാൻ പറഞ്ഞത് ആദിമസഭയുടെ ലക്ഷണം എന്ന് പറയുന്നത് അവർ ആർജിച്ചെടുത്ത എന്തെങ്കിലുമല്ല, മറിച്ച് അവർ നഷ്ടപ്പെടുത്തതായിരുന്നു. പക്ഷെ അവരുടെ ലക്ഷ്യമായി കണ്ടത്, അവരുടെ സ്വത്തായി കണ്ടത് എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. ദൈവത്തിൻ്റെ കൃപ നമുക്ക് ധാരാളമായി ദൈവം നമ്മളെ പകരട്ടെ പറയലേ. കൃപയുടെ മറ്റൊരു ഇതായിട്ടാണ് നമ്മൾ പറയുന്നത് സ്റ്റെഡ് ഫാസ്റ്റ് ലവ് എന്ന് പറയുന്നത്. ദയ, കൃപ, സ്നേഹം, കരുണ, മനസ്സിലിവ്, ഇതെല്ലാം ദൈവികതയുടെ പ്രതിഫലനങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. ദൈവമേ, ഞാൻ ചിന്തിക്കുകയാണ്, ഏതാ പറയുന്നത്, ഒരു 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 വ്യക്തി ഒരു ശുശ്രൂഷകനാണ്, ഒരു ഉന്നതഭാവം വഹിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ എന്തോ ഒരു കാര്യം എടുത്ത് എഴുതിയിരിക്കുക, ആർക്കോ വെള്ളം കൊടുത്തുന്നോ അല്ലെങ്കിൽ എന്തോ ചെയ്തെന്ന്. പ്രിയനെ, നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഗുരുവും കർത്താവും ആരാണ്? യേശുക്രിസ്തു. യേശുക്രിസ്തു ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു വ്യക്തിയെക്കുറിച്ച് ഭയങ്കര താഴ്മയായിരുന്നു. എന്താ താഴ്മ? സൗമ്യതയോടെ ഇടപെടുമെന്ന്. ക്രിസ്തുവിൻ്റെ താഴ്മ എന്താ? അവിടുന്ന് കുനിഞ്ഞ് ആ ശിഷ്യന്മാരുടെ കാൽപാദം കഴുകി, കാലുകൾ കഴുകുക. അതിനോളം താഴ്മ എവിടെയുണ്ട്? അപ്പോൾ ആരുടെ താഴ്മ ഇവർ നിൽക്കുന്നത്? ഇല്ല പ്രിയ, നമ്മുടെ താഴ്മയോ നമ്മുടെ ക്ഷമയോ ഒന്നുമല്ല. ക്രിസ്തു നമ്മുടെ ക്ഷമയായി മാറണം. നമ്മുടെ ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ തന്നെയാണ്. ആ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ ക്ഷമ, യേശു ആയിരിക്കണം നമ്മുടെ ക്ഷമ, യേശു ആയിരിക്കും നമ്മുടെ സ്നേഹം, യേശു ആയിരിക്കണം നമ്മുടെ സർവ്വവും. അവനിൽ നിന്ന് അന്യപ്പെട്ട ഒന്നും നമ്മൾ കാണരുത്. നമ്മുടേതായിട്ടുള്ള ക്ഷമ, നമ്മുടേതായിട്ടുള്ള വിനയം, നമ്മുടേതായിട്ടുള്ള സംവേദന, അതൊന്നുമല്ല. അതൊന്നും ഒന്നിനോട് ചേർക്കാതെ എങ്ങനെ ദൈവമേ അത് മനസ്സിലാക്കി തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമുക്ക് മനസ്സിലാക്കി തരട്ടെ. അതായത് നമുക്ക് ബോസ്റ്റ് ചെയ്യാനൊന്നുമില്ലായിരിക്കും. അപ്പോൾ എല്ലാം ദൈവത്തിന് മാത്രം മഹത്വം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം. അപ്പോൾ ആദ്യം സംസ്കൃതി ആരാണ്? ഇവിടെ കൃപയുടെ മറ്റൊരു ഇതാണ് ദയ എന്ന് പറയും, നമ്മളോട് കാണുകയാണ്. ഒന്നാമത് നമ്മൾ ചിന്തിച്ചു, 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ സ്വത്വത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണ്. ദൈവാദി ദൈവം, കർത്താദി കർത്താവ്, ഏകനായ മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവന്. അവിടുത്തെ കാര്യം പറഞ്ഞിട്ട് തുടർന്ന് പറയാണ് നേച്ചർ, സൃഷ്ടിയെക്കുറിച്ച്, ക്രിയേഷനെ കുറിച്ച് പറയാണ്. 1 ക്രിയേറ്ററെ കുറിച്ച് പറഞ്ഞു, 2 ക്രിയേഷനെ കുറിച്ച് പറയാം. എന്താണ്? ജ്ഞാനത്തോടെ ആകാശം കൊണ്ടുണ്ടാക്കിയവൻ, സമുദ്രത്തെ ഭൂമി വെള്ളത്തിന് വിരിച്ചവൻ, വലിയ വെളിച്ചങ്ങൾ ഉണ്ടാക്കിയവൻ, പകൽ വാഴ സൂര്യനെയും ചന്ദ്രനെയും നിർമ്മിച്ചവൻ. അത് കഴിഞ്ഞിട്ട് 10ാമത്തെ വാക്യം മുതൽ നമ്മൾ കണ്ടത് ജനങ്ങളോടുള്ള, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന. മിസ്രൈമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചു, അവിടെ ഇരുന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചു. ബലമുള്ള കൈക്കൊണ്ട് നീട്ടിയ ഭുജം കൊണ്ടും അവരെ വിടുവിച്ചു. ചെങ്കടൽ 2ആയി വിഭാഗിച്ചു, അതിൻ്റെ നടുവിൽ കൂടി ഇസ്രായേൽ ജനത്തെ കടത്തി. പിന്നെ ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന് അവൻ്റെ ദൈവനേക്കുള്ള 15 വരെയുള്ള വാക്യങ്ങളിൽ ഫറവോനെയും അവൻ്റെ സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടു. അവിടെ ഒരു ചാപ്റ്റർ ക്ലോസ്ഡ്. ഏതാണ്? മിസ്രൈം അടിമത്തത്തിൻ്റെ ചാപ്റ്റർ അവിടെ ക്ലോസ്ഡ് ആണ്, ചെങ്കടലിൽ. ഇപ്പുറത്തെ കടന്നുകൊണ്ട് പുതിയൊരു ലൈഫാണ്, പുതിയൊരു പ്രവേശനം, പുതിയൊരു അധ്യായം തുടങ്ങിയാണ്. അതാണ് 16ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നത്. അവിടെ എന്ത് സംഭവിച്ചു? അനന്തര മരുഭൂമിയാണ്, ഡെസേർട്ട് ലൈഫ്, മരുഭൂമി പ്രയാണമാണ്. അവിടെ വായിക്കുകയാണ് 16ാമത്തെ വാക്യം മുതൽ, തൻ്റെ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവന് അവൻ്റെ എന്നേക്കുമുള്ളത്, മഹാരാജാക്കന്മാരെ സംഹരിച്ചവന് അവൻ്റെ എന്നേക്കുമുള്ളത്, ശ്രേഷ്ഠ രാജാക്കന്മാരെ നിഗ്രഹിച്ചവന് അവൻ്റെ എന്നേക്കുമുള്ളത്, അമോര്യരുടെ രാജാവായ സീഹോനെയും അവൻ്റെ എന്നേക്കുമുള്ളത്, ബാഷാൻ രാജാവായ യോഗിനെയും ദൈവത്തിൻ്റെ എന്നേക്കുമുള്ളത്, അവരുടെ ദേശത്തെ അവകാശമായി കൊടുത്തു അവൻ്റെ എന്നേക്കുമുള്ളത്, തൻ്റെ ദാസനായ ഇസ്രായേലിന് അവകാശമായി തന്നെ അവൻ്റെ എന്നേക്കുമുള്ളത്. അവിടെ പറയുകയാണ്, ഇസ്രായേലിൻ്റെ ബന്ധത്തിൽ അവരുടെ മരുഭൂമി പ്രയാണത്തിൽ ദൈവത്തിൻ്റെ ദയ നിരന്തരമായിരുന്നു. എന്തുമാത്രം ദൈവം ദീർഘക്ഷമ കാണിച്ചു. ഒരു മത്സരിച്ചപ്പോൾ, എതിർത്തപ്പോൾ, പീറുപെറുത്തപ്പോഴെല്ലാം ദൈവം അതിൻ്റെ അത്യുച്ച കോടിയിൽ ആ പാവങ്ങൾ എത്തിയപ്പോഴാണ് അതിനെ ശിക്ഷിക്കുന്നത്. ദൈവം ദീർഘക്ഷമയോടെ നോക്കിയിരിക്കും. എന്നും അങ്ങനെയല്ലേ? ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ പെട്ടകം ഒരുക്കിയിട്ട് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നു, ആരെല്ലാം കയറുന്നുണ്ടെന്ന്. ആരും കയറിയില്ല. ദൈവം അവസരം കൊടുത്തു, നോഹയെ കൊണ്ട് പറയിപ്പിച്ചു, ഇങ്ങനെ പ്രളയം വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അവരാരും വിശ്വസിച്ചില്ല. ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്ന അവിടെ പത്രോസ് ലേഖനത്തിൽ ആ കാലത്തെക്കുറിച്ച് പറയുന്നത്. അന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ കാലത്തിൽ ദൈവം ദീർഘക്ഷമയോടെ ഇരിക്കുക. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? എന്താണ്? ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടാൻ ഇച്ഛിച്ച് അവൻ നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. പത്രോസിൻ്റെ ലേഖനത്തിൽ തന്നെ പറയുക, ദൈവം എന്താണ് വരാൻ താമസിക്കുന്നത്? കർത്താവ് എന്താ വരാൻ താമസിക്കാം? നമ്മളോട് ആരും നശിച്ചു പോകരുത്. പ്രിയരെ ചിന്തിക്കുക, തലമുറകളൊക്കെ നന്യപ്പെട്ട് ജനതയിലേക്ക് നിന്നു പോവുകയെന്ന്. കാരണം എന്താ? ഇന്ന് ലീവിങ് ടുഗദറായിട്ട് മാറിക്കൊണ്ടിരിക്കുക.
വൈവാഹിക ജീവിതമൊക്കെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞു. കുഞ്ഞുങ്ങളില്ലാത്ത ഒരു സമൂഹത്തിലേക്ക് പോവുക. അപ്പോൾ പിന്നെ ആർക്കാണ്? അപ്പോൾ ഈ തലമുറകൾ തീരാൻ പോവുകയാണെന്ന ലക്ഷണമാണ്. വ്യക്തമായിട്ടൊന്നും കാണുന്നില്ലേ? തീരാൻ പോവുകയാണ്. കുഞ്ഞുങ്ങളില്ല. ഉണ്ടായിരുന്നു ഒരു കുഞ്ഞുങ്ങളൊക്കെ എല്ലാവരും ഉള്ളായിരുന്നുള്ളൂ. ഇപ്പോൾ അതും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ പിന്നെ തലമുറകൾ നിൽക്കുകയാണ്. അതാണ് കർത്താവിൻ്റെ ഒരു ലക്ഷണം അടുത്തു, എല്ലാ ലക്ഷണവും ഒത്തു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ദീർഘക്ഷമ രക്ഷയെന്ന് വിചാരിക്കും. ഇപ്പോൾ ദൈവം അവരോട് ദീർഘക്ഷമ കാണിച്ചു. മരുഭൂമിയിൽ എന്തെല്ലാം ഒരു പ്രശ്നങ്ങളുണ്ടാക്കി അവിടെ എല്ലാം ദൈവം ഓരോ സൊല്യൂഷൻസ് മുഖാന്തരം. മോശകാലത്തെ ഇങ്ങനെ ഇരിക്കും, ഓരോരുത്തരെയും ന്യായം വിധിക്കുക, പ്രശ്നങ്ങൾ ഇങ്ങനെ കൊണ്ടുവരും ഓരോന്ന്. ഇതെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളാണ്. എന്നിട്ട് അവിടെ അവരെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നു. അവിടെ അവരെ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. മോശയുടെ കീഴിലും 50 പേർക്ക് അധിപതി, 100 പേർക്ക് അധിപതി അങ്ങനെ തിരഞ്ഞെടുത്തു. അതൊക്കെ മോശയുടെ അമ്മായി പിന്നെ ഇത്രയാണ് അതിന് അഭിപ്രായം പറഞ്ഞു കൊടുത്തത്. അതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും നമ്മൾ കാണുക മരുഭൂമിയിൽ ദൈവത്തിൻ്റെ ദയ നിരന്തരമാണ്. അവൻ അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി അത് കടിച്ചവരെല്ലാം മരണപ്പെട്ട് കാണും. അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യും? ഒരു രക്ഷാമാർഗം ഒരുക്കി. അതാണ് ദൈവ കോപമാണ്. അതിൻ്റെ ഇടയ്ക്കും ദൈവ രക്ഷാമാർഗം എന്താണ്? നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന് നാട്ടുക. വിശ്വാസത്തോടെ നോക്കുന്നവനെല്ലാം രക്ഷപ്പെടും. അവൻ്റെ വിഷമിറങ്ങും, അവൻ രക്ഷപ്പെടും, ജീവൻ പ്രാപിക്കും. ദൈവം ശിക്ഷിച്ചുവെങ്കിൽ ആ ശിക്ഷയുടെ നടുവിലും ഒരു രക്ഷ അവിടെ കാണിച്ചു കൊടുക്കുക. ഇത് തന്നെ എക്കാലവും ദൈവം ചെയ്യുന്നത്. ദൈവം തൻ്റെ നീതി നിമിത്തം ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല. ശിക്ഷിക്കുമ്പോൾ തന്നെ അവിടെ രക്ഷയ്ക്കായ ഒരു മുഖാന്തരം എന്തെങ്കിലും ഒരു പൊഴുത് ദൈവം അവിടെ ഒരുക്കിയിരിക്കും. ഒരു എക്സിറ്റ് ട്രൂ ഫോർ എസ്കേപ്പ്, ഒരു രക്ഷപ്പെടാനുള്ള ഒരു വഴി ദൈവം തുറന്നിട്ടിരിക്കും. അത് കണ്ടെത്തിയത് നമ്മൾ അത് സ്വീകരിക്കുകയാണ് നമുക്ക് വേണ്ടത്. ഈ തലമുറയിൽ ഈ കോപങ്ങളെല്ലാം വരുമ്പോൾ ഇനിയിപ്പോൾ കാണുന്നൊരു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഭൂമിയിലുക്കൾ ഉണ്ടാകും, അവിടെ ഇവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകും, എല്ലാം വരും. കർത്താവ് പറഞ്ഞത് അത് വ്യക്തമായിട്ട് പറഞ്ഞാണ്. ഏറി വരുന്നത്. പക്ഷെ അതിൻ്റെ നടുവിലും എന്താണ്? ഒരു രക്ഷാമാർഗമുണ്ട്. രക്ഷയുടെ പേട കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇവിടെ പറയുകയാണ്, മഹാരാജാക്കന്മാരെ സംഹരിച്ചു, ശ്രേഷ്ഠ രാജാക്കന്മാരെ സംഗ്രഹിച്ചു, അമൂര്യ രാജാവ് സീഹോൻ. അത് ചേർത്ത് വായിക്കുമ്പോൾ സീഹോൻ്റെ ദയ എന്നേക്കുമുള്ളെന്ന് ചിന്തിക്കരുത്, അങ്ങനെ ചിന്തിക്കാൻ പോകരുത്. അല്ലെങ്കിൽ ബാശാൻ രാജാവ് യോഗിൻ്റെ ദയ എന്നേക്കുമെന്നല്ല, ദൈവത്തിൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവരെല്ലാം ദൈവം അകറ്റി അവരെല്ലാം സംഗ്രഹിക്കുകയാണ്. കാരണം ദൈവജനത്തിന് അവർ വിരുദ്ധരായിരുന്നു. ദൈവജനത്തിനെ എതിർക്കുക എന്ന് പറയുന്നത് ദൈവത്തെ തന്നെയാണ്. പൗലോസ് അപ്പോസ്തലൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചപ്പോൾ കർത്താവ് പ്രത്യക്ഷമായി പറയാ, നീ എന്നെ ഉപദ്രവിക്കുന്നത്, നീ ആരാകുന്നു കർത്താവെ എന്ന് ചോദിച്ചു. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ പറയാം. യേശുവിനെ ഉപദ്രവിച്ച് സഭയെ ഉപദ്രവിക്കും, യേശുവിനെ ഉപദ്രവിക്കുന്നതാണ്. സഭ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം പ്രത്യക്ഷമായ സഭയല്ല. ആ സഭകളൊക്കെ ഉണ്ട്. ആ സഭകളിൽ കൂടെ അദൃശ്യമായൊരു സഭയുണ്ട്. എല്ലാ സഭകളിൽ കൂടെ ചേർന്ന ഒരു സഭ അദൃശ്യമല്ല, അത് അദൃശ്യമാണ്. അതിലാരൊക്കെയുണ്ട് അറിയാൻ പറ്റത്തില്ല. അവിടെ ബാശാൻ രാജാവ് ഓഗിനെയും അവരുടെ ദേശത്തെ അവകാശമായി കൊടുത്തവൻ്റെ ദൈനേക്കുള്ള തൻ്റെ ദാസനായ ഇസ്രായേലിന് അവകാശമായി തന്നെ അവൻ്റെ ദൈനേക്കുള്ളത്. യാക്കോബിന് ദൈവം അവകാശമായി, ഇസ്രായേലിന് അവകാശമായി കൊടുത്തു ആ ദേശത്തെ. അത് പ്രോമിസ് ലാൻഡാണ്. ഇന്നും അവകാശമുണ്ടായിട്ടില്ല, അനുഗ്രഹം ഉണ്ടായിട്ടല്ല. ഇതിനൊക്കെ ഇങ്ങനെ അപാത്രമത്തെ എന്ന് യാക്കോബ് പറയുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ ദൈവം അനുഗ്രഹിച്ച ഓരോ വ്യക്തികളും പറഞ്ഞത് ഞങ്ങൾ യോഗ്യരായിരുന്നു കർത്താവ്, അതുകൊണ്ട് നീ അനുഗ്രഹിച്ചു എന്നല്ല. ദാവീദ് പറയുന്നുണ്ട്. എല്ലാവരും ഏറ്റു പറഞ്ഞു, കർത്താവേ ഇതിനൊന്നും ഞങ്ങൾ യോഗ്യരല്ല, നമുക്ക് എളിമപ്പെടാം കർത്താവ്. അപ്പോൾ ഇന്ന് അനുഭവിക്കുന്ന അനുഭവങ്ങൾക്കും കൃപകൾക്കും നിൻ്റെ വിളിയും നിൻ്റെ ശബ്ദവും തിരിച്ചറിയുവാനൊക്കെ ഇതിനുള്ള അനുഗ്രഹങ്ങൾക്കൊന്നും ഞങ്ങൾ പാത്രീഭൂതരല്ല, ഞങ്ങൾ അതിനൊന്നും യോഗ്യരല്ല കർത്താവ്. നിൻ്റെ ദയയാണ്. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഇത്രത്തോളം കൊണ്ടുപോകാൻ ഞാൻ എന്ത്, എൻ്റെ കുടുംബം എന്തുള്ളൂ ദാവീദ് പറഞ്ഞതുപോലെ ഓരോരുത്തരും കർത്താവെ അവിടത്തേക്ക് വേണ്ടി നിലനിന്ന് അവിടെ നിന്ന് നിർത്തിയ ആ വിശ്വാസവീരന്മാർ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളെ എളിമയോടെ പറയട്ടെ, അപ്പാ നിൻ്റെ കൃപ മാത്രം, ഞങ്ങളുടെ യോഗ്യതയല്ല. എല്ലാ ദൈവത്തിൻ്റെ ദയ, എല്ലാ ദൈവത്തിൻ്റെ ദാനം, എല്ലാ ദൈവത്തിൻ്റെ കൃപ, ആ കൃപയ്ക്കായ സ്തുതി. അപ്പോൾ എല്ലാ ദാനത്തിനായ സ്തുതി, പുത്രനെ തന്ന കൃപയ്ക്കായ സ്തുതി. അപ്പോൾ പുത്രൻ തൻ്റെ ജീവനെ തന്ന കൃപയ്ക്കായ സ്തോത്രം, തൻ്റെ രക്തത്തെ ഞങ്ങൾ വീണ്ടെടുത്തതിനായ സ്തോത്രം, എന്നേക്ക് ഞങ്ങളെ സകലത്തിൽ വഴി നടത്തിയ പരിശുദ്ധാത്മാവിനെ തന്നതിനായ സ്തോത്രം. പരിശുദ്ധാത്മാവാൻ ദൈവം ഞങ്ങളെ സകലത്തിലും വഴി നടത്തുന്നു എന്നുള്ളതിനായി സ്തോത്രം. അന്ത്യത്തോളം കൂടിയിരിക്കും എന്നുള്ളതിനായ സ്തോത്രം. എല്ലാം നന്മകളാ നിറയ്ക്കണം, മുഖത്തോടുന്ന് മാത്രം എടുക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ നാമം മഹിമപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ജീവിപ്പാനായിട്ട് തന്നെ. ആമേൻ. മതിയായവൻ എന്നെ